So once again, welcome back to virtual teaching. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 4ലെ സബ്ജക്റ്റായ ഫിനാൻഷ്യൽ സർവീസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻസും 5 മാർക്കായിട്ടോ 15 മാർക്കായിട്ടോ അല്ലെങ്കിൽ 2 മാർക്കായിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന മൊഡ്യൂളിൽ നിന്നാണ്. മ്യൂച്വൽ ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഉറപ്പായിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ലീഗൽ ഫ്രെയിം വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ സെബി ചില ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെബിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഒരു 4 ടയർ സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട്സിനെ മാനേജ് ചെയ്യുന്നത്. 4 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഒന്നിച്ച് വന്നിട്ട് മാനേജ് ചെയ്യുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ടാണ് 4 ടയർ സിസ്റ്റം ഫോർ മാനേജിങ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ടയർ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഏതൊക്കെയാണ്? സ്പോൺസർ ഉണ്ടാവും, ട്രസ്റ്റീസ് ഉണ്ടാവും, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആൻഡ് കസ്റ്റോഡിയൻ. ഏതൊക്കെയാണ്? സ്പോൺസർ ഉണ്ടാകും, പിന്നെ ട്രസ്റ്റി ഉണ്ടാകും, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആൻഡ് കസ്റ്റോഡിയൻ. ഇങ്ങനെ 4 ടയർ വരുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് വർക്കാവുന്നത്. അതിലൊന്നാമത്തെയാണ് സ്പോൺസർ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയെയോ കമ്പനികളെയോ ആണ് നമ്മൾ സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി വെറുതെ ഒരു കമ്പനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ സ്പോൺസർ ആകാൻ പറ്റില്ല. അവർക്ക് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അവർക്ക് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ സർവീസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഒരു 5 കൊല്ലത്തെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവർക്ക് അതുപോലെ തന്നെ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഫിനാൻഷ്യലി അവരെല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു ടീമിന് മാത്രമേ മ്യൂച്വൽ ഫണ്ട്സിൽ സ്പോൺസറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് 40% ഈ സ്പോൺസർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആരാണ് സ്പോൺസർ? മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വച്ചിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് കമ്പനി തന്നെയാണ് സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പോൺസർ ആവണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ്? ഫിനാൻഷ്യൽ സർവീസിൽ ഒരു 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പോൺസേഴ്സ് എന്തായിരിക്കണം? അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ AMCയിലേക്ക് ഒരു 40% എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് വൺ. അടുത്താണ് ട്രസ്റ്റി. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ട്രസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? മ്യൂച്വൽ ഫണ്ടിലെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നവരാണ് ട്രസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്യുന്ന, ലൈക്ക് ഇൻവെസ്റ്റേഴ്സിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവർ നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി അവരെ സേഫ് ഗാർഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? ഈ പറയുന്ന ട്രസ്റ്റിക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ AMC എല്ലാം തന്നെ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിൽ തന്നെ AMC വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് AMC വർക്ക് ചെയ്യുന്നത് എന്നും ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന ട്രസ്റ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ടിലെ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യുന്ന ട്രസ്റ്റീസാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം സേഫ് ഗാർഡ് ചെയ്യേണ്ട, അവരുടെ എല്ലാ കാര്യവും നോക്കി നിർത്തി അവർക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെഡി കൊടുക്കേണ്ടത് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടതെല്ലാം AMC ചെയ്യുന്നുണ്ടോ, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി AMC ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ഈ പറയുന്ന ട്രസ്റ്റി തന്നെയാണ്. അടുത്ത മൂന്നാമത്തെയാണ് AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ ഈ ട്രസ്റ്റിയുടെ ഗൈഡൻസിലും സൂപ്പർവിഷനിലുമാണ് ഈ AMC വരുന്നത്. അപ്പോൾ AMC ഈസ് അണ്ടർ ദ ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ട്രസ്റ്റിയാണ് AMCനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി AMC ആവണമെന്നുണ്ടെങ്കിൽ, ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് നെറ്റ് വർത്ത് എത്ര വേണം? മിനിമം നെറ്റ് വർത്ത് 10 crore എങ്കിലും വേണം. മിനിമം നെറ്റ് വർത്ത് 10 crore ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് മൂന്നാമത്തത്. ഇനി ലാസ്റ്റ് വണ്ണാണ് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ എന്താണ്? കസ്റ്റോഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എനി പേഴ്സൺ ക്യാരിങ് ഓൺ ദ ആക്ടിവിറ്റി ടു സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ എന്താണ്? നമ്മുടെ
മ്യൂച്വൽ ഫണ്ടിലെ സെക്യൂരിറ്റീസ് ഒക്കെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്നവരാണ് കസ്റ്റോഡിയൻ. നമ്മൾ കസ്റ്റഡി വെക്കാന്ന് പറയില്ല, അതുപോലെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്, നമ്മുടെ സെബിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം ഈ പറയുന്ന കസ്റ്റോഡിയൻ. പിന്നെ സെക്യൂരിറ്റീസ് ഒക്കെ ഡെലിവർ ചെയ്യുമ്പോൾ അവിടെയുള്ള ക്ലിയറിംഗ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യുന്നവരും കസ്റ്റോഡിയൻ ആയിരിക്കും. ലൈക്ക് എന്താണ്, നമ്മൾ സെക്യൂരിറ്റീസ് ഒക്കെ മേടിക്കാനും വാങ്ങിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു ക്ലിയറിംഗ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. അത് വെറുതെ പോയി മേടിക്കാൻ പറ്റില്ല, അതിൽ കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ നോക്കി നടത്തി ചെയ്തു കൊടുക്കേണ്ടത് കസ്റ്റോഡിയനാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് എല്ലാം സേഫായിട്ട് കീപ്പ് ചെയ്തതും കസ്റ്റോഡിയൻസ് തന്നെയാണ്. പിന്നെ ഇവരെന്താണ്, സെബിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ കസ്റ്റോഡിയൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫോർഫീറ്റിംഗ്. നമ്മൾ ഫോർഫീറ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം, ആർക്ക് എന്താണ് ഗുണം, എക്സ്പോർട്ടേഴ്സിന് എന്താണ് ഗുണം നോക്കാം. ഫോർഫീറ്റിംഗ് ഫ്രീസ് ദ എക്സ്പോർട്ടർ ഫ്രം പൊളിറ്റിക്കൽ ഓർ കൊമേഴ്ഷ്യൽ റിസ്ക് ഫ്രം അബ്രോഡ്. നമ്മളൊരു ഫോറിൻ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടേഴ്സിന് അവർക്ക് പൊളിറ്റിക്കൽ റിസ്കിൽ നിന്നും കൊമേഴ്ഷ്യൽ റിസ്കിൽ നിന്നും ഫ്രീ ആക്കാൻ വേണ്ടി ഈ ഫോർഫീറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് റിസ്ക്കും ഈ ഫോർഫീറ്റേഴ്സ് ഏറ്റെടുക്കും. അപ്പോൾ അതല്ലാണ്ട് ഈ എക്സ്പോർട്ടേഴ്സ് അതിൽ നിന്ന് ഫ്രീ ആവാണ്. അതാണ് മെയിൻ കാര്യം. ഇനി ഫസ്റ്റ് പോയിന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ബെനിഫിറ്റ് ഓഫ് ഫോർഫീറ്റിംഗ് ഈസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫോർഫീറ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണ്, അത് വളരെ ഫ്ലെക്സിബിളാണ്. വിച്ച് ബെസ്റ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ. അപ്പോൾ ഈ ഫോർഫീറ്റിങ്ങിലൂടെ എന്താണ്, നമ്മുടെ ഇമ്പോർട്ടർ ആയിക്കോട്ടെ എക്സ്പോർട്ടർ ആയിക്കോട്ടെ രണ്ടുപേരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഫോർഫീറ്റേഴ്സിന് സാധിക്കും. അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഫോർഫീറ്റിംഗ് ചെയ്യുന്നത്. വളരെ ഫ്ലെക്സിബിളാണ് അതിൻ്റെ ഓപ്പറേഷൻ. അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. അടുത്താണ് ഇനി അഷ്യൂർഡ് പേയ്മെൻറ്റ്. ദ എക്സ്പോർട്ടർ നീഡ് ഓൺലി ടു ഫുൾഫിൽ ഹിസ് കൊമേഴ്ഷ്യൽ ഒബ്ലിഗേഷൻ അണ്ടർ ദ കോൺട്രാക്ട് ആൻഡ് സബ്മിറ്റ് ദ കറക്റ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ എക്സ്പോർട്ടറിൻ്റെ ആകെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഫോർഫീറ്റിംഗ് ചെയ്യുമ്പോൾ എക്സ്പോർട്ടർക്ക് വരുന്ന ആകെ ഒരു ഡ്യൂട്ടി എന്താണ്, അദ്ദേഹത്തിൻ്റെ കൊമേഴ്ഷ്യൽ ഒബ്ലിഗേഷൻ അല്ല എന്താണോ വന്നിരിക്കുന്നത് ട്രേഡ് അതെന്താണെങ്കിലും ആ ഒരു കൊമേഴ്ഷ്യൽ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നത് മാത്രമായിരിക്കും ആ ഒരു കോൺട്രാക്ട് പ്രകാരം. എന്നിട്ട് കൃത്യമായിട്ടുള്ള കറക്റ്റ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണതും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നോക്കുന്ന ആരായിരിക്കും, ഈ പറയുന്ന ഫോർഫീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫിനാൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു രാജ്യം വിടുമ്പോഴുള്ള എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കറൻസിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പ്രശ്നം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കുന്ന ആരായിരിക്കും, ഈ പറയുന്ന ഫോർഫീറ്റിംഗ് ആയിരിക്കും. അടുത്ത് റിലീഫ് ഫ്രം മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന റെക്കോർഡ്സ് ലൈക്ക് സെയിൽസ് ലെഡ്ജർ, കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ്, ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഫോർഫീറ്റർ ആയിരിക്കും. അല്ലാണ്ട് നമ്മുടെ എക്സ്പോർട്ടർ ഇതൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട. ഈ പറയുന്ന സെയിൽസ് ലെഡ്ജർ കീപ്പ് ചെയ്യുന്നതും പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതും എല്ലാം തന്നെ ഫോർഫീറ്റർ ചെയ്തോട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ദിസ് ഗീവ് കൺസിഡറബിൾ റിലീഫ് ടു എക്സ്പോർട്ടർ. എക്സ്പോർട്ടേഴ്സിനൊരു റിലീഫാണ് അവർക്ക്. പിന്നെ അവരുടെ കോർ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അല്ലാണ്ട് അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം കളയേണ്ട ആവശ്യം വരില്ല. അടുത്ത് വിത്തൗട്ട് റീകോഴ്സ് ഫിനാൻസ്. അപ്പോൾ എന്താണ്, ഈ ഫോർഫീറ്റിംഗ് നമുക്ക് റീകോഴ്സ് ഫിനാൻസ് ഇല്ലാണ്ട് തന്നെ എക്സ്പോർട്ടർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടർക്ക് അവരുടെ ഒരു ബോറോയിങ് കപ്പാസിറ്റിയോ ലിമിറ്റോ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് നാലാമത്തെ പോയിന്റ്. പിന്നെ സേവിങ് ഇൻഷുറൻസ് കോസ്റ്റ്. അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഫോർഫീറ്റിങ്ങിലൂടെ ആ ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. അടുത്ത് ഫോർഫീറ്റിംഗ് ഈസ് സ്പെസിഫിക് ടു എ ട്രാൻസാക്ഷൻ. എന്താണ് ഫോർഫീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം അബ്രോഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒറ്റ ട്രാൻസാക്ഷനിൽ മാത്രമേ ഫോർഫീറ്റിംഗ് വരുള്ളൂ. അല്ലാണ്ട് ഇതൊരു ലോങ് ടേം ആയിട്ട് ഒരു ബാങ്കിങ് റിലേഷൻഷിപ്പ് പോലെ ഇങ്ങനെ ലോങ് ടേം ആയിട്ട് ഇനി നീക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ് അവിടെ വെച്ച് ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ ഇത്രയാണ് ഫോർഫീറ്റിംഗ് പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, explain how the credit rating agency analyze a company for giving rating symbol. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 5 മാർക്കായിട്ടും 50 മാർക്കായിട്ടും ഒക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ആ ഒരു റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. A rating agency collect qualitative and quantitative data from the company to be rated.
അപ്പോൾ ഏത് കമ്പനിയാണ് നമുക്ക് റേറ്റ് ചെയ്യേണ്ടത്? ആ കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ക്വാളിറ്റേറ്റീവ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റയും ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റേറ്റിംഗ് ഏജൻസി ആ ഒരു കമ്പനിയുടെ കളക്ട് ചെയ്യും. The credit rating are based on current information and information from reliable sources. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻഫോർമേഷൻ്റെ ബേസിസിലായിരിക്കും? ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഇൻഫോർമേഷനും ആ ഒരു കമ്പനിയെ പറ്റിയുള്ള ഇപ്പോഴത്തെ ഇൻഫോർമേഷനും അതുപോലെ തന്നെ കമ്പനിയെ പറ്റി നമുക്ക് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആവുന്ന വേറെ റിലയബിൾ സോഴ്സസ് ഇല്ലേ? ഇപ്പോൾ കമ്പനി ഡീൽ ചെയ്യുന്ന സപ്ലയേഴ്സ്, കമ്പനി ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ബാങ്ക്, അങ്ങനെയുള്ള കമ്പനിയുടെ ഇൻഫോർമേഷൻ കിട്ടാവുന്ന നമുക്ക് റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് അവർ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്നുള്ള കറണ്ട് ഇൻഫോർമേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. The rating methodology involves an analysis of business risk, financial risk, management evaluation, study of issues, business, etc. അപ്പോൾ എന്താണ് ഈ ഒരു റേറ്റിംഗ് മെത്തഡോളജി? നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ബിസിനസ്സിൻ്റെ റിസ്ക് എന്തോരുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ റിസ്ക് എന്തോരുണ്ട്, അതുപോലെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. അതുപോലെ അവരുടെ ബിസിനസ് എങ്ങനെയുണ്ട്, ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി ഉണ്ടാവില്ലേ, അവരുടെ ബിസിനസ് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. അപ്പോൾ എന്താണ്? റേറ്റിംഗ് ഏജൻസി മെയിനായിട്ട് ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസും കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അവർ ആ ഒരു കമ്പനിയുടെ കറണ്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുള്ള ആ ഒരു കമ്പനിയുടെ ഇൻഫോർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് റേറ്റ് ചെയ്യുന്നത്? ആ ഒരു കമ്പനിയുടെ ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു കമ്പനിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രോസസ്സ് ഓഫ് റേറ്റിംഗ് ഒന്നാമത്തെയാണ് റിക്വസ്റ്റ് ഫോർ റേറ്റിംഗ്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് റേറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് എ റിക്വസ്റ്റ് ലെറ്റർ ഫോർ റേറ്റിംഗ്. ഇന്ന കമ്പനി റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ റിക്വസ്റ്റ് തരുമ്പോഴാണ് ആ ഒരു എൻറ്റയർ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാങ്ക് വേറൊരു കമ്പനിക്ക് ലോൺ കൊടുക്കാൻ പോവാണ്. ലോൺ കൊടുക്കണ മുമ്പ് തന്നെ കമ്പനിക്ക് അറിയണം ബാങ്കിന് അറിയണം ആ ഒരു കമ്പനി നന്നായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? ബാങ്ക് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വേണമെന്ന് റിക്വസ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെയാണ് എന്താണ് റിക്വസ്റ്റ് ഫോർ റേറ്റിംഗ്. ആ ഒരു കമ്പനിയെ പറ്റി റേറ്റ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് അവിടെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത്. രണ്ടാമത്തെ റേറ്റിംഗ് എഗ്രിമെൻറ്റ്. ഓൺ റെസിപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ദ റേറ്റിംഗ് ഏജൻസി മേക്ക് ഔട്ട് എ ഡീറ്റെയിൽഡ് എഗ്രിമെൻറ്റ് വിത്ത് ദ ടേം ആൻഡ് കണ്ടീഷൻ സച്ച് എഗ്രിമെൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു റേറ്റിംഗ് എഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് വരികയാണെങ്കിൽ ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡീറ്റെയിൽഡ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകണമെന്നുള്ള എല്ലാ കാര്യവും കൊടുത്തിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ റിക്വസ്റ്റ് വരുന്നു, റിക്വസ്റ്റ് അനുസരിച്ച് അവർ റേറ്റിംഗ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് അസൈൻമെൻറ്റ് ഓഫ് റേറ്റിംഗ് ടീം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റും അതുപോലെ തന്നെ റിക്വസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പോകണം എന്താണ് ഒരു റേറ്റിംഗ് ടീമിനെ അസൈൻ ചെയ്യാണ്. ആ ഒരു ടീമിൽ 2 മെമ്പേഴ്സ് ഉണ്ടാവും. അവർ വളരെ എക്സ്പെർട്ടൈസ്ഡും സ്കിൽഡ് ആയിരിക്കും. ഇവരായിരിക്കും ആ ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് നോക്കുന്നത്. ബിസിനസ് എങ്ങനെയൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ നോക്കി നടത്തി മനസ്സിലാക്കുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ 2 മെമ്പേഴ്സ് ആയിരിക്കും. അതാണ് അസൈൻമെൻറ്റ് ഓഫ് റേറ്റിംഗ് ടീം. അപ്പോൾ അന്ന് തന്നെ റിക്വസ്റ്റ് വരുന്നു, എഗ്രിമെൻറ്റ് ഉണ്ടാവുന്നു, പിന്നെ റേറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്യുന്നു. നാലാമത്തെ ഡാറ്റ കളക്ഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു അനലിറ്റിക്കൽ ടീം നമ്മുടെ ഇപ്പോൾ വിട്ട 2 ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അവർ മെയിനായിട്ടുള്ള എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുന്നു. പ്രൈമറി ടാസ്ക് എന്താണ്? ഡാറ്റ കളക്ഷനാണ്. അങ്ങനെ കൃത്യമായിട്ട് ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് തന്നെ റിക്വസ്റ്റ് വിടുക റേറ്റിംഗിന് വേണ്ടിയുള്ള, രണ്ടാമത്തെ എഗ്രിമെൻറ്റ് ഫോം ചെയ്യുക, ടീം മെമ്പേഴ്സിന് സെറ്റ് ചെയ്യുക, 2 ടീം മെമ്പേഴ്സ് ഉണ്ടോ സെറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യുക? ഡാറ്റ കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്? 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് മീറ്റിംഗ് ആൻഡ് പ്ലാൻ വിസിറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു. ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലണം ആ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റിലേക്ക്. നേരിട്ട് ചെന്നിട്ട് അവിടുത്തെ വർക്കും കാര്യങ്ങളും മാനേജ്മെൻറ്റ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. നേരിട്ട് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ത് ചെയ്യുന്നു? അവരുടെ മെമ്പേഴ്സിനെ കമ്പനിയിലേക്ക് നേരെ വിട്ടിട്ട് മാനേജ്മെൻറ്റിൽ അവിടുത്തെ ആ ഒരു മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ ആ കമ്പനി ഫുള്ളായിട്ട് കാണുന്നു. അടുത്ത് പ്രിവ്യൂ മീറ്റിംഗ്.
പ്രിവ്യൂ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ 2 ടീം മെമ്പേഴ്സ് ഉണ്ട്. ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ കമ്മിറ്റി എക്സ്റ്റേണൽ കമ്മിറ്റിക്ക് എന്ത് ചെയ്യുന്നു, അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എന്തൊക്കെയാണ് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവ്യൂ മീറ്റിങ്ങിലായിരിക്കും. പ്രിവ്യൂ മീറ്റിലേക്ക് അവർ എന്തൊക്കെ കണ്ടുപിടിച്ചു, അവരുടെ ഫൈൻഡിങ്സ് എന്താണ്, അവരുടെ അസംഷൻസ് എന്താണ്, സജഷൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും പറയുന്നത് പ്രിവ്യൂ മീറ്റിങ്ങിലായിരിക്കും. പ്രിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ്. റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ അവിടെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആ റിപ്പോർട്ടായിരിക്കും റേറ്റിംഗ് കമ്മിറ്റി മീറ്റിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ റിപ്പോർട്ട് ബേസിസിലായിരിക്കും അവർ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടാവുക. ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ വ്യൂ പോയിൻറ്റ്സ്, റേറ്റിംഗ് ടീമിൻ്റെ റിപ്പോർട്ട്, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റേറ്റിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലേക്കും. അപ്പോൾ പ്രിവ്യൂ മീറ്റിങ്ങിലൂടെ ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത് റേറ്റിംഗ് കമ്മിറ്റി മീറ്റിങ്ങിലാണ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എന്തായിരുന്നു, ഇപ്പോൾ ആ കിട്ടിയ റേറ്റിംഗ്, ആ ഒരു കമ്പനിക്ക് ഇപ്പോൾ റേറ്റിംഗ് ആ ഒരു ഏജൻസി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഫിക്സ് ചെയ്ത ആ ഒരു റേറ്റിംഗ് കൃത്യമായിട്ട് ആ ഒരു കമ്പനിയെയും അതുപോലെ ആരാണോ ഈ റേറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തോട്ട് പറയാം. അപ്പോൾ ഒരു റേറ്റിംഗ് ഏജൻസി വരുമ്പോൾ എന്താണ്, അവർ ഉറപ്പായിട്ടും കമ്പനിയെ പറ്റിയുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഒക്കെ കളക്ട് ചെയ്യണം. കമ്പനിയുടെ കറണ്ട് ഇൻഫോർമേഷനും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഫ്രം റിലയബിൾ സോഴ്സ്, വളരെ സത്യസന്ധമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വേറെ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യണം. ഇതിൻ്റെ സ്റ്റെപ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമതെന്താണ്, തന്നെ ക്രെഡിറ്റ് റേറ്റിംഗിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണം. റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെമ്പേഴ്സിനെ സെറ്റ് ചെയ്യും. ആ മെമ്പേഴ്സ് ആയിരിക്കും എല്ലാം പോയി നോക്കി നടത്താം. ആ മെമ്പേഴ്സ് 2 പേരാണെങ്കിൽ 2 പേര് വളരെ എക്സ്പേർട്ട് ആയിരിക്കും, വളരെ സ്കിൽഡ് ആയിരിക്കും. അവർ ചെന്നിട്ട് ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നു. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, ഇനി ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുണ്ട്. ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇൻറ്റേർണൽ കമ്മിറ്റിയും എക്സ്റ്റേണൽ കമ്മിറ്റിയും എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഒരു പ്രിവ്യൂ മീറ്റിംഗ് വയ്ക്കുന്നു. പ്രിവ്യൂ മീറ്റിങ്ങിലൂടെ അവരുടെ ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഒരു റിപ്പോർട്ടാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് വയ്ക്കുന്നു. റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് ആണ് മെയിൻ, അതാണ് ഫൈനൽ അതോറിറ്റി. അവരായിരിക്കും റേറ്റിംഗ് അസസ് ചെയ്യുക. അവരെന്ത് ചെയ്യുന്നു, അവർ പ്രിവ്യൂ മീറ്റിംഗ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെന്ത് ചെയ്യുന്നു, റേറ്റിംഗ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ വ്യൂ പോയിൻറ്റ്സും റിപ്പോർട്ടും പിന്നെ വേറെ കുറേ കീ ഫാക്ടേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പനിക്ക് അവരൊരു റേറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഇനി ആ ഫിക്സ് ചെയ്ത റേറ്റിംഗ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇഷ്യൂ ചെയ്ത ആരാണോ ഇത് ഇഷ്യൂ ചെയ്തത്, ഈ റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്തത്, അവരിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് എന്ന് പഠിച്ചു. ഈ 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. സോ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.